അങ്ങനെ ഒരുപാട് ആഘോഷ പരിപാടികൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ പൂക്കളം ഇടുന്ന തുടങ്ങി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഭവിക്കുന്നുണ്ട്. ഈ രേമക്ഷേത്ര തൊട്ട് മുന്നിൽ പൂക്കളം വരയ്ക്കുന്ന ആളുകളും എത്തിയിട്ടുണ്ട്. അവർ പൂക്കളം ഇടുന്ന വർണ്ണം പൂക്കളം എന്ന് വെച്ചാൽ അവര് കളർ കൊണ്ട് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നു. ഇവിടെ ഇത് നാളത്തേക്കുള്ള അവരുടെ സംഭാവനയാണ്. അങ്ങനെ ഈ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് ഇവരുടെ പ്രവർത്തികൾ പൂർത്തീകരിച്ച് മടങ്ങുന്നത്. ഇതിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പുഷ്പ അലങ്കൃതമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പുഷ്പങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് അയോധ്യയും പരിസരവും എന്നുള്ളതാണ്. അതിനൊപ്പമാണ് ഇത്തരത്തിലുള്ള ചില കലാപരിപാടികളും കലാപ്രകടനങ്ങളും ഒക്കെ ഉണ്ടാകും. വളരെ വേഗത്തിൽ കളർ ചെയ്ത് അവർ അല്പസമയം നമ്മുടെ ഈ പരിപാടി അവസാനിക്കുന്ന മുൻപ് തന്നെ ഒരുപക്ഷെ ഇത് പൂർത്തീകരിക്കും. വളരെ പെട്ടെന്നാണ് ഇവർ കാര്യങ്ങൾ ചെയ്ത് മടങ്ങുന്നത്. കാരണം പോലീസ് വളരെ കുറച്ച് സമയം മാത്രം അവർക്ക് നൽകുന്നു. രസകരമായാണ് ഈ കലാപരിപാടികൾ. കലാകാരന്മാരുടെ ഒരു സംഘം ഇവിടെയുണ്ട്. രാമക്ഷേത്രത്തിന് ചുറ്റും രാമനെ കാണാനും രാമനോടുള്ള തങ്ങളുടെ ആദരവ് അർപ്പിക്കാനും ഒക്കെയായി ഒരുപാട് പേർ ഇത്തരം ചടങ്ങുകൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഇവരൊക്കെ പലതരത്തിലുള്ള കലാരൂപങ്ങളിൽ പ്രദർശിപ്പിക്കുന്നവരും പല കലാവൈഭവമുള്ളവരുമാണ്. അവർ അവരുടേതായ രീതിയിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഈ രാമത്തിന് ചുറ്റും നമ്മൾ രാവിലെ മുതൽ കാണുമ്പോൾ ഇവിടുന്ന് തൊട്ടടുത്തുള്ള ലതാ ചൌക്ക് മുതൽ ഇങ്ങോട്ടേക്ക് ആളുകളുടെ ഒരു വല്ലാത്ത വരവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തുടർച്ചയായി പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊക്കെ 23-ന് ശേഷം ഇങ്ങോട്ടേക്ക് വരാനുള്ള അവസരമുണ്ട്, അതിന് മുൻപ് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന്. പക്ഷെ അതൊന്നും ഗൗനിക്കാതെ ഈ ചടങ്ങ് അതിന്റെ പ്രൗഢ ഗാംഭീര്യതയിൽ കാണാനും ആസ്വദിക്കാനും അതിനെ അങ്ങനെ നിലനിർത്താനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അനവധി ജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മലയാളിയാണോ പ്രശാന്തേ? ഒരു മലയാളിയെ കിട്ടിയ അവസാനം.